എല്ലാവർക്കും നമസ്കാരം. അമ്മയുടെ ചരിത്ര പ്രാധാന്യമർഹിക്കുന്ന അയോധ്യ യാത്ര, ആധ്യാത്മിക യാത്ര കഴിഞ്ഞതാ ഇപ്പോൾ ഞങ്ങൾ അമൃതപുരിയിൽ എത്തിയിട്ടേ ഉള്ളൂ. ഈ യാത്രയെക്കുറിച്ച് ഒരു 3 വാക്കിൽ ഒതുക്കി പറഞ്ഞാൽ അതുല്യം, അത്ഭുതം, ആനന്ദം. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇങ്ങനെ 1200 പേരൊരു ട്രെയിനിൽ ഒന്നിച്ച് അമ്മയോടൊപ്പം, ഒരു ആധ്യാത്മിക ഗുരുവിനോടൊപ്പം, സദ്ഗുരുവായ അമ്മയോടൊപ്പം, ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയോടൊപ്പം ഇതേപോലെ ഒരു യാത്ര ഭൂതകാലത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഈ കാലഘട്ടത്തിൽ ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ ഒരു യാത്രയെക്കുറിച്ച് കേട്ടിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ ട്രെയിൻ 18 കമ്പാർട്ട്മെൻറ്റുകൾ അടങ്ങുന്ന ഈ ട്രെയിൻ അതൊരു മൊബൈൽ ആശ്രമമായി മാറി എന്നുള്ളതാണ്. അതായത് നമ്മൾ അമൃതപുരിയിൽ എന്തെല്ലാം നിഷ്ഠകൾ പാലിക്കുന്നുണ്ടോ, എന്തെല്ലാം സാധനകൾ ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം രാവിലെ മുതൽ വൈകുന്നത് വരെ, അതായത് കിടക്കാൻ പോകുന്നത് വരെ നമ്മൾ അതിനകത്ത് അനുഷ്ഠിച്ചു. അതിൽ ധ്യാനം, ജപം, ഭജന, ദർശനം. ഇതുകൂടാതെ അമ്മ ഓരോ കമ്പാർട്ട്മെൻറ്റിലും, അതായത് ഈ 18 കമ്പാർട്ട്മെൻറ്റുകളും കയറി ഇറങ്ങി ഓരോരുത്തരെ കാണുകയും അവരോടൊക്കെ സംസാരിക്കുകയും ആധ്യാത്മിക ഉപദേശങ്ങൾ കൊടുക്കുകയും ഈ യാത്രയുടെ ആധ്യാത്മിക പ്രാധാന്യത്തെക്കുറിച്ച് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തു. 3.5 മണിക്കൂർ ആണ് ഇത്രയും 18 കമ്പാർട്ട്മെൻറ്റുകൾ കയറി ഇറങ്ങി സംസാരിച്ച് അവരോടൊപ്പം സമയം ചിലവഴിക്കുവാൻ അമ്മ എടുത്തത് ഓരോ ദിവസവും. അതുകൂടാതെ സന്ധ്യയ്ക്കുള്ള നമ്മുടെ ഭജന മുടങ്ങിയിട്ടില്ല, നമ്മുടെ സാധന, ധ്യാനം, ജപം ഇതൊന്നും മുടങ്ങിയിട്ടില്ല. അപ്പോൾ അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഒരു ആധ്യാത്മിക യാത്ര തന്നെയായിരുന്നു ഇത്. പിന്നെ അയോധ്യയിൽ ഇപ്പം എൻ്റെ വിശ്വാസം രാമനും കൃഷ്ണനും ഒക്കെ മഹാഗുരുക്കന്മാരായിരുന്നു, ലോകത്തിന് വഴികാട്ടിയ മാർഗദീപങ്ങളായിരുന്നു. എങ്ങനെ ലോകത്തിൽ ജീവിക്കണം, എങ്ങനെ നന്മയുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കും, എങ്ങനെ ധർമ്മനിഷ്ഠമായി ഓരോ സാഹചര്യങ്ങളെയും നേരിടാൻ സാധിക്കും, അത് ഒരു പ്രത്യേക രംഗം എന്ന് പറയാൻ സാധിക്കില്ല, എല്ലാ രംഗങ്ങളിലും. ഇപ്പോൾ മഹാഭാരത യുദ്ധം എടുത്തു കഴിഞ്ഞാൽ പോലും അവിടെയും നമ്മൾ കാണുന്നത് ലോകത്തിൽ ജീവിക്കുമ്പോൾ ചില നിയമങ്ങൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അത് റിലേറ്റീവാണ്, ആപേക്ഷികമാണ്, അത് 100% അല്ല. പക്ഷേ ഒരു പരിധി വരെയെങ്കിലും നമുക്ക് ആ ധർമ്മം അനുഷ്ഠിക്കാൻ സാധിക്കണം. മഹാഭാരത യുദ്ധം പാണ്ഡവരല്ല അതിന് കാരണക്കാരായത്, കൃഷ്ണനുമല്ല, ദുര്യോധനാദികളായിരുന്നു. അവരാണ് വാശി പിടിച്ചത്, അവരാണ് രാജ്യം പാണ്ഡവർക്ക് അവകാശപ്പെട്ട രാജ്യം കൊടുക്കാതിരുന്നത്. അങ്ങനെ എത്രയോ വർഷങ്ങൾ യാതനകൾ അനുഭവിച്ച്, പീഡനങ്ങൾ അനുഭവിച്ച്, നിഷേധം അനുഭവിച്ച്, ഒരുപാട് ത്യാഗം സഹിച്ച്, നിവർത്തിയില്ലാത്ത ഒരു ഘട്ടത്തിൽ ആണ് ആ യുദ്ധം ഉണ്ടായത്. അത് നമ്മൾ ഇന്ന് നടത്തുന്ന യുദ്ധത്തെ പോലെ യുദ്ധത്തിനോട് ആ യുദ്ധത്തിനെ നമുക്ക് താരതമ്യപ്പെടുത്തുവാൻ സാധിക്കില്ല. കാരണം നിവർത്തികെട്ട ഒരവസരത്തിൽ, അതായത് എല്ലാ ഭാഗത്തു നിന്നും നമ്മളെ കോർണർ ചെയ്ത് ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെടുന്ന ഒരവസരത്തിൽ, അന്ന് 5000 വർഷങ്ങൾ മുൻപാണെങ്കിലും ഇന്നാണെങ്കിലും ഒന്നേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ, പ്രതിഷേധിക്കുക, അവകാശത്തിന് വേണ്ടി പോരാടുക. അതുതന്നെയാണ് അന്നും സംഭവിച്ചത്. അതിൻ്റെ കാരണം കൃഷ്ണനോ പാണ്ഡവരോ ആരുമായിരുന്നില്ല, ദുര്യോധനാദികളായിരുന്നു, കൗരവന്മാരായിരുന്നു. അപ്പം ഇന്നത്തെ കാലത്തും നമ്മൾ പലപ്പോഴും ഇപ്പോൾ കുടുംബകലഹങ്ങളുണ്ടാകാറുണ്ട്, സ്വത്തിന് വേണ്ടിയുള്ള അടിപിടികൾ ഉണ്ടാകാറുണ്ട്, സഹോദരങ്ങൾ തമ്മിൽ കോടതിയിൽ പോകുന്ന അവസരങ്ങൾ ഉണ്ടാകാറുണ്ട്. അവർ തമ്മിൽ പരസ്പരം കലഹിക്കുകയും പരസ്പരം തല്ലുകയും ചെയ്യുന്ന അവസരങ്ങളുണ്ട്. ഒരു നിവൃത്തിയിൽ ഒരു സഹോദരൻ അല്ലെങ്കിൽ 1-2 സഹോദരന്മാർ ഒരു കാരുണ്യം കൊണ്ട്, ഒരു സഹതാപം കൊണ്ട്, എൻ്റെ രക്തമല്ലേ, എൻ്റെ സഹോദരന്മാരല്ലേ എന്ന
ഒരു ഭാവത്തിൽ ഒരുപാട് അങ്ങോട്ട് ഇവരുമായിട്ട് തല്ലുകൂടാൻ പോകാതെ ക്ഷമിച്ച് ഇരിക്കുമ്പോൾ മറ്റ് ഉള്ള സഹോദരി സഹോദരന്മാർ ഇവർക്ക് അവകാശപ്പെട്ടതും കൂടി അങ്ങോട്ട് തട്ടിപ്പറിച്ചെടുക്കാൻ ശ്രമിക്കുന്ന അവസരമുണ്ടായാൽ എത്ര നാൾ സഹിക്കും? ഒരു പരിധിവരെ സഹിക്കും. അത് കഴിയുമ്പോൾ കോടതിയിൽ പോകും, തൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പടപൊരുതും. അതുതന്നെയാണ് ലോകത്തിലെ ധർമ്മം, അതുതന്നെയാണ് മഹാഭാരത യുദ്ധം. പക്ഷേ രാമൻ അങ്ങനെ ആയിരുന്നില്ല. ശ്രീരാമൻ ധർമ്മത്തിൻ്റെ മൂർത്തിയായിരുന്നു. അപ്പം അമ്മയുടെ അയോധ്യയിലെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി, ഒരു അലക്കുകാരൻ്റെ പരാതി പോലും കേൾക്കുന്ന രാജാവ്, ധർമ്മത്തിൽ അവിടെ യാതൊരു വിട്ടുവീഴ്ചയില്ലാത്ത രാജാവ്. കാരണം ഒരു രാജാവിന് പ്രജകളാണ് മക്കൾ. ആ മക്കളിൽ ഒരു തരത്തിലുള്ള വിവേചനവും ഉണ്ടാകാൻ പാടില്ല. അത് ഏറ്റവും താഴെയുള്ള ആളാണെങ്കിലും ഏറ്റവും മുകളിലുള്ള ആണെങ്കിലും. അപ്പോൾ ഒരു അണ്ണാനെ പോലും, ഒരു പക്ഷിയെ പോലും, അതേസമയം തന്നെ ഏറ്റവും ശക്തനായ ഹനുമാനെ പോലും ഒരേപോലെ കണ്ട ഒരു മഹാരാജാവ്, ഒരു ചക്രവർത്തി, ഒരു ധർമ്മത്തിൻ്റെ മൂർത്തിഭാവം. അതുകൊണ്ടാണ് ശ്രീരാമൻ മര്യാദ പുരുഷോത്തമനാകുന്നത്. അയോധ്യയിലെ ക്ഷേത്രം എന്ന് പറയുന്നത് ഭാരത സംസ്കാരത്തിൻ്റെ മുഖമുദ്രയാണ്. അത് ഭാരതത്തിൻ്റെ അഭിമാനമാണ്. ലോകത്തിന് അത് മാതൃകയാണ്. അമ്മയെ അവിടെ ക്ഷണിച്ചപ്പോൾ ശ്രീരാമ തീർത്ഥക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ അമ്മയുടെ സാന്നിധ്യം, അമ്മയുടെ ദിവ്യ സാന്നിധ്യം അവിടെ ഉണ്ടാകണം എന്നാണ് പ്രാർത്ഥിച്ചത്. അവിടുത്തെ മറ്റുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. ഭാരതത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡൻ്റ് ആയിരുന്നെങ്കിൽ പോലും അമ്മയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് അതൊരു മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ സാന്നിധ്യം കൊണ്ട് ഒരു പ്രദേശത്തെ പവിത്രമാക്കുക, അവിടുത്തെ ആധ്യാത്മിക തരംഗങ്ങളെ ഉണർത്തുക എന്ന് പറയുന്നത് ഒരു ശരിയായ മഹാപുരുഷന് മാത്രം സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ പ്രത്യേകം അമ്മയെ ക്ഷണിച്ചത്. കാരണം അമ്മയുടെ സാന്നിധ്യം അവിടുത്തെ മഹത്വത്തെ, അല്ലെങ്കിൽ അവിടെ ഘനീഭവിച്ച് കിടക്കുന്ന ആധ്യാത്മികതയെ ഉയർത്തും. അപ്പോൾ അത് ഒരു വലിയ സംഭവമാണ്, ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഈ യാത്ര ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാം കൊണ്ടും ഒരു മഹാത്ഭുതമായിരുന്നു. രാമസന്നിധിയിൽ, ശ്രീരാമൻ്റെ ജന്മഭൂമിയായ അയോധ്യയിൽ എത്തിയപ്പോൾ ഈ എല്ലാ സ്ഥലങ്ങൾക്കും അതിൻ്റെതായ ഒരു സ്പന്ദനമുണ്ട്, ഒരു തരംഗമുണ്ട്. നമ്മൾ ഒരു വൈബ് എന്ന് പറയില്ലേ, ഒരു വൈബ്രേഷനുണ്ട്. ചില വീടുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പോയാൽ മതി എന്ന് തോന്നാറുണ്ട്. എന്നാൽ ചില സാധുക്കളുടെ വീട്ടിൽ, ഒന്നുമില്ലാത്തവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ ആ അന്തരീക്ഷത്തിൽ നമുക്ക് കൂടുതൽ സമയം ചെലവഴിക്കണം എന്ന് നമുക്ക് തോന്നാറുണ്ട്. ഒരു സുഖമുള്ള അന്തരീക്ഷം നമുക്ക് അവിടെ നമ്മുടെ വീട് പോലെ തോന്നുക. ചില വീടുകളിൽ വലിയ മണിമാളികകളായിരിക്കാം, പക്ഷേ അവിടുന്ന് എങ്ങനെയെങ്കിലും എളുപ്പം പോകണം എന്ന് തോന്നാറുണ്ട്. ചില വ്യക്തികൾ, ചില രാജ്യങ്ങൾ, ചില സ്ഥലങ്ങൾ, അവയ്ക്കൊക്കെ നമ്മളെ ഉയർത്താനുള്ള, നമ്മുടെ ആത്മാവിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് ഉണർത്താനുള്ള, ഉദ്ധരിക്കാനുള്ള ഒരു ശക്തിയുണ്ട്. അത് അയോധ്യയിലുണ്ട്. അമൃതപുരിയിൽ എന്ന പോലെ തന്നെ അത് അയോധ്യയിലുമുണ്ട്. കാരണം അത് രാമൻ്റെ ജന്മഭൂമിയാണ്, രാമൻ്റെ കർമ്മഭൂമിയാണ്. അവിടെ രാമൻ്റെ ആത്മീയ ശക്തിയുടെ സ്പന്ദനങ്ങൾ ഇന്നും ആ അന്തരീക്ഷത്തിലുണ്ട്. അപ്പോൾ അമ്മ അവിടെ ചെന്നപ്പോൾ ശരിക്ക് രാമനെ കാണുക എന്ന് പറയുന്നത് പോലെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം ആത്മീയ ആചാര്യന്മാർ, ഞാൻ ആത്മീയ ആചാര്യന്മാർ എന്ന് പറയുമ്പോൾ ഞാൻ ആത്മീയ ആചാര്യനാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ആളുകളല്ല. അങ്ങനെ പ്രഖ്യാപിക്കുന്നവർ അങ്ങനെ പ്രഖ്യാപനങ്ങളില്ലാത്തവരാണ്. അതായത് സാന്നിധ്യം കൊണ്ട് തൻ്റെ മഹത്വം മറ്റുള്ളവർക്ക് അനുഭവിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നവരാണ് യഥാർത്ഥ മഹാപുരുഷന്മാർ. അവരൊന്നും പറയണ്ട, അവർ വെറുതെ ഒരിടത്ത് ഇരുന്നാൽ മതി. അപ്പം അമ്മയുടെ മഹത്വം എങ്ങനെയാണ് നമ്മൾ വർണ്ണിക്കുക എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, അമ്മയുടെ സാന്നിധ്യം തന്നെയാണ് അതിനുള്ള തെളിവ്.
അപ്പം നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് നോക്കിയാലും സബ്ജക്റ്റീവായിട്ട് നോക്കിയാലും അപ്പം ആധ്യാത്മികത സബ്ജക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ആന്തരികമായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള ഒരു ശാസ്ത്രമാണെന്ന് പറയും. കാരണം അത് ഓരോ വ്യക്തിയുടെയും അനുഭവമാണ്, അവൻ്റെ ഉള്ളിലുള്ള ആത്മീയ ശക്തി ഉണരുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം. പക്ഷേ ഇവിടെ അമ്മയുടെ സാന്നിധ്യത്തിൽ ഈ ആഴ്ചയിൽ 7 ദിവസവും വർഷത്തിൽ 365 ദിവസവും ലോകത്തിൽ എവിടെയാണെങ്കിലും എത്ര മണിക്കൂറിരുന്നാലും ആരൊക്കെ വന്നാലും അവരെയെല്ലാം കാണുക, അവരെയെല്ലാം ആശ്ലേഷിക്കുക, അവരിലെല്ലാം ഒരുപോലെ സ്നേഹാമൃതം വാരിക്കോരി ചൊരിയുക, അവരുടെയെല്ലാം ദുഃഖം കേൾക്കുക, അവരുടെ കണ്ണീരൊപ്പുക, ഇത് കഴിഞ്ഞ 55-ലേറെ വർഷങ്ങളായിട്ട് നിരന്തരം നടക്കുന്ന ഒരു കാര്യമാണ്. ഇതാണ് ഏറ്റവും വലിയ പ്രൂഫ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ രാമനും കൃഷ്ണനും അതുപോലെ നമ്മുടെ ഋഷീശ്വരന്മാരെല്ലാം തന്നെ അവരെല്ലാവരും മഹാപുരുഷന്മാരായിരുന്നു, അവതാര പുരുഷന്മാരായിരുന്നു, ഈശ്വരൻ്റെ പ്രതിനിധികളായിരുന്നു, പ്രതിരൂപങ്ങളായിരുന്നു, ഈശ്വരൻ തന്നെയായിരുന്നു. അപ്പോൾ അമ്മ അയോധ്യയിൽ പോയപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ അതിനെ അളക്കാനോ അനുഭവിക്കാനോ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. പക്ഷേ നമ്മൾ നല്ലവണ്ണം കണ്ണടച്ച് നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയാൽ, നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കിയാൽ, നമ്മുടെ ഹൃദയത്തെ അവിടെ തുറന്നു വയ്ക്കുവാൻ കഴിഞ്ഞാൽ, നമ്മളുടെ ആവശ്യമില്ലാത്ത യുക്തിയുടെ അപഗ്രഥനം മാറ്റിവെച്ചാൽ നമുക്കത് അനുഭവിക്കാൻ സാധിക്കും. അവിടെ ഐക്യം അനുഭവിക്കാൻ സാധിക്കും. ഒരൊന്നാകുന്ന, സകലതും ഒന്നാകുന്ന, ഈ പ്രപഞ്ചം മുഴുവൻ ഒന്നാകുന്ന, ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരനായിത്തീരുന്ന ഒരനുഭവം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് അവിടെ നടന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ശ്രീരാമ തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകണം എന്ന് പറഞ്ഞത്. അമ്മയുടെ അവിടുത്തെ പ്രഭാഷണത്തിൽ, സത്സംഗത്തിൽ ഈ കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ വാക്കുകൾക്കതീതമായ അനുഭവമായിരുന്നു. വാക്കുകൾ കൊണ്ട് എത്ര വേണമെങ്കിലും പറയാം, എത്ര പറഞ്ഞാലും അത് പൂർണ്ണമാകില്ല, അപൂർണമായി നിലകൊള്ളും. കാരണം ആ അനുഭവം വാക്കിനും മനസ്സിനും ബുദ്ധിക്കും ഒക്കെ അതീതമായിരുന്നു. നമസ്കാരം. ഓം അമൃതേശ്വരിയേ നമഃ.